മതി. അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ വളരെ പരസ്യമായിട്ട് ശബരിമലയിൽ സുപ്രീം കോടതി വിധി മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് മാളവിക ബിന്നി, ജെ രഘു, പി എൻ ഗോപികൃഷ്ണൻ, 2 പേര് ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. 52 പേർ നിന്ന് പ്രസംഗിക്കുക ഒരുപാടാണുള്ളത്. കാരണം സംഘപരിവാറിനുണ്ടായിരുന്ന ഒരു പരിമിതി കേരളത്തിൽ അതിൽ 10 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 4-5 ആവാൻ. അതൊക്കെ കഴിയും. എല്ലാം കണക്ക് തന്നെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഒരു മനോഭാവം, പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് മറ്റൊരു മറുപുറം എന്ന് പറയാവുന്ന തരത്തിൽ ഫാസിസത്തിനെതിരായ ഈ ഐക്യപ്പെടലിനെ തകർക്കാൻ ശ്രമിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഫാസിസ്റ്റ് സംസ്കാരവും ജാതി, സ്ത്രീ, പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവയൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സെഷനാണ് ഇവിടെ നടക്കേണ്ടത്. അതിൻ്റെ ആമുഖം സംസാരിക്കേണ്ട ആശ അല്പസമയം വിട്ടു നിന്നതുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചത്. എനിക്ക് തോന്നുന്നു ആശയാണ് ആ കാറിൽ വന്നിട്ടുള്ളതെന്ന്. എന്തായാലും ആ ചുമതല ആശ തന്നെ നിർവഹിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എങ്ങനെയാണ് ഫാസിസത്തിൻ്റെ ഇരകളായി, ഫാസിസത്തിനൊരു ശത്രു വേണം. നമുക്കറിയാം, ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഒക്കെ ഫാസിസ്റ്റ് നയങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ ഫാസിസ്റ്റ് നയങ്ങൾക്ക് വേണ്ടി ഒരു പൊതുശത്രു ഉണ്ടായിരുന്നത് പോലെ ഇന്ത്യയിൽ ഒരു പൊതുശത്രു മുസ്ലിങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരകളായിട്ടുള്ള, അത് അനുഭവിക്കുന്ന വിഭാഗം എന്ന നിലയിൽ മുസ്ലിങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്, മുസ്ലിം സംഘടനകളോട് ചേർന്ന് നിന്നുകൊണ്ട്, സംഘടനാപരമായിട്ടും അവരുടെ നയങ്ങളുമായിട്ടും അവരുടെ ആശയഗതിയുമായിട്ടുമൊക്കെ ഒരുപാട് വിയോജിപ്പുകളുള്ളപ്പോൾ പോലും, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളുമായി, സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി, സ്ത്രീകളുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുടെ ജനാധിപത്യ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടനവധി വിയോജിപ്പുകളുണ്ടെങ്കിൽ പോലും മുഖ്യ ശത്രു സംഘപരിവാറിൻ്റെ ഹിന്ദുത്വത്തിൻ്റെ മുഖ്യ ശത്രു ഇന്ത്യയിൽ മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനങ്ങൾ നടക്കേണ്ടത് എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ പലപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ഞങ്ങളുണ്ടല്ലോ, മുസ്ലിം സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരായി സംഘപരിവാർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിൽ ഒരു രക്ഷാകർതൃ മനോഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പലപ്പോഴും ഇതിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്നത് കാണാം. തീർച്ചയായിട്ടും അവർക്ക് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് സംഘപരിവാർ ഹിന്ദുത്വം മനുസ്മൃതിയിൽ ഊന്നിക്കൊണ്ട് ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ സ്ഥാപിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന 100 വർഷം കൊണ്ട് അവരുടെ ലക്ഷ്യം അതൊക്കെ തന്നെയാണ് എന്ന് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അവിടെ സ്ത്രീ എന്തായിരിക്കുമെന്ന് ഓർക്കാൻ അല്ലെങ്കിൽ അതൊന്ന് സൂചിപ്പിക്കാൻ സുപ്രീം കോടതി വിധി വന്ന സമയത്ത്, ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്ന സമയത്ത് കേരളത്തിലെ സ്ത്രീകൾ അനുഭവിച്ച മതേതര ചിന്തയുള്ള അല്ലെങ്കിൽ ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തയുള്ള സ്ത്രീകൾ അനുഭവിച്ച സംഘർഷം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ മതി. നാമജപ ഘോഷയാത്രയുമായി ഒരു വിഭാഗം, അതിൽ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയം വെച്ച് നോക്കിയാൽ സംഘപരിവാർ മാത്രമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടക്കം അതിനെ പിന്തുണച്ചുകൊണ്ട് നിന്ന സമയത്ത് മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന സ്ത്രീകൾ അഭിമുഖീകരിച്ച സംഘർഷം ഒരു നിമിഷം ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ
വളരെ പരസ്യമായിട്ട് ശബരിമലയിൽ സുപ്രീം കോടതി വിധി മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് ശബരിമലയിൽ ആദ്യമായി കയറിയ സ്ത്രീകളെ, ബിന്ദു അമ്മിണിയെ പങ്കെടുപ്പിക്കില്ല എന്ന് പച്ചയ്ക്ക് പറയാൻ കേരളത്തിലെ ഒരു ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് മറ്റ് മതസംഘടനകളിലെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് പറയാൻ അവകാശമുള്ളത്? അതൊരു മതസംഘടനയാണ്. മറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണ്, ഞങ്ങൾ ജനവിരുദ്ധമായ സ്ത്രീവിരുദ്ധമായ ആചാരങ്ങൾക്കെതിരാണ് എന്നൊക്കെ കൊട്ടിഘോഷിച്ച് പ്രസംഗിച്ച് സ്ത്രീകളെ കൊണ്ട് മതിൽ കെട്ടിച്ച് വളരെ ഒരു പറ്റിക്കൽ നടത്തിയ, അതായത് വനിതാ മതിൽ കെട്ടിക്കഴിഞ്ഞതോടുകൂടി വനിതാ മതിലൊക്കെ വലിയ അതിനുവേണ്ടി ആവേശപൂർവ്വം സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിച്ച അതേ ആൾക്കാർ തന്നെയാണ് തൊട്ട് പിറ്റേന്ന് മതിലൊക്കെ കഴിഞ്ഞപ്പോൾ സ്ത്രീവിരുദ്ധമായി മാറുന്നത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് ആശയമല്ല, ഒരു സംഘപരിവാർ ആശയം, ഫാസിസ്റ്റുകളുടെ ആശയം എങ്ങനെയോ അവരിലേക്ക്, എങ്ങനെയോ എന്നല്ല ബോധപൂർവം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫാസിസം എന്ന് പറയുന്നത് ഒരു സൈനിക ഭരണകൂട അതിക്രമം എന്ന രീതിയിൽ മാത്രമല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ആശയപരമായിട്ട് സാംസ്കാരികമായിട്ട് ഓരോ മനുഷ്യരുടെ ഉള്ളിലേക്കും കടന്നു വരുന്ന ഒന്നുകൂടിയാണ് ഹിന്ദുത്വ ഫാസിസം അല്ലെങ്കിൽ സംഘപരിവാർ ഫാസിസം. അതിന് വളം വെച്ചു കൊടുക്കുന്ന, അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭീതിയോടുകൂടിയാണ് ഞാൻ കാണുന്നത്. നമുക്കറിയാം, ഇന്ന് മാതാ അമൃതാനന്ദമയ്യെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാതാ അമൃതാനന്ദമയ്യെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് ഒരാൾ ദൈവത്തെ ചേർത്ത് പിടിക്കുന്നു എന്നതിനപ്പുറം ഞാനതിനെ കാണുന്നത് ഫാസിസത്തിൻ്റെ, സംഘപരിവാരത്തിൻ്റെ വ്യത്യസ്ത ആശയഗതികളെ അതിൻ്റെ സാംസ്കാരിക രംഗത്തെ കൂടി ചേർത്ത് പിടിക്കുന്നു. അതിലൂടെ അവർ നടപ്പിലാക്കാനുള്ള, നേരിട്ട് സംഘപരിവാർ നടപ്പിലാക്കേണ്ട പലതും വളരെ പച്ചയായി മറ്റൊരു രൂപത്തിൽ നടത്തുന്ന തരത്തിലേക്ക് കേരളത്തിലെ പുരോഗമനം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന സംഘടനയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു ഭീഷണി, നമ്മളുടെയൊക്കെ ഉത്തരവാദിത്വം കൂട്ടുകയാണ്. ഒരു 5-10 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഫാസിസത്തിനെതിരായിട്ട് നമ്മൾ സംഘടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഇന്നതല്ല, ഫാസിസത്തിനെതിരായിട്ട് സംഘടിക്കുമ്പോൾ, ഫാസിസത്തിനെതിരായിട്ട് ശബ്ദിക്കുമ്പോൾ നമുക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇത്തരം നയങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ശബരിമല യുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളായാലും എനിക്ക് തോന്നുന്നു ഇനി അത് പ്രാദേശികമായി, അയ്യപ്പ സംഗമം പ്രാദേശികമായി പഞ്ചായത്തുകൾ തോറും നടത്താനുള്ള ആലോചനയുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അയ്യപ്പ സംഗമം, അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു മതേതര ദൈവമാണ് എന്നൊക്കെ പറയുമെങ്കിലും അവിടെ സ്ത്രീകളെ വിലക്കുന്നിടത്തോളം, സ്ത്രീ പ്രവേശം സുപ്രീം കോടതി അനുവദിച്ചിട്ട് പോലും സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരിടമാണെങ്കിൽ, ആഗോള അയ്യപ്പ സംഗമത്തിൽ ആ രീതിയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അജണ്ട വേറെ തന്നെയാണ്. ഓരോ തരത്തിൽ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. മുമ്പത് ഹിന്ദു ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആ രീതിയിലോ നടന്നിരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം എഴുത്തിനിരുത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സാംസ്കാരികമായി ഹിന്ദുത്വത്തിന് ഒരു ദൃശ്യത അല്ലെങ്കിൽ അതിനൊരു അംഗീകാരം നേടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ ഓരോന്നായി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം, പക്ഷേ ഇത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്, സംഘപരിവാർ രാഷ്ട്രീയത്തിന്, ഫാസിസ്റ്റ് അജണ്ടകൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതിലെങ്ങനെയാണ് ജാതി അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒക്കെ കടന്നു വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഭീഷണിയെ ഇതൊക്കെ നേരിടേണ്ടി വരുന്നത്, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇതൊന്നും നമുക്ക് ഭാവനയിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളല്ല. ഓരോ മേഖലയും നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഈ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ആരായേണ്ടതുണ്ട്. അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുകൊണ്ട്
ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി കേരളത്തിലെ സ്ത്രീകൾ അടുത്ത ശബരിമല സീസണിൽ ഒന്ന് സംഘടിച്ചു നോക്കുക. കേരളത്തിൽ ആ രീതിയിൽ വിശ്വാസികളായ സ്ത്രീകൾ, 50 വയസ്സ് താഴെയുള്ള സ്ത്രീകൾ, ആർത്തവമുള്ള സ്ത്രീകൾ ഒന്ന് സംഘടിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാവും എവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ പറയുന്ന സംഘപരിവാരവും കൈകോർക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ മനസ്സിലാവും. സ്ത്രീകൾക്ക് കേരളത്തിൽ അതൊരു വലിയ ഭീഷണിയായി അനുഭവപ്പെടാത്തത് എനിക്ക് തോന്നുന്നു, നേരിട്ട് അനുഭവപ്പെടാത്തത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ സ്ത്രീകൾ അസംഘടിതരാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലുകളായി അല്ലെങ്കിൽ അവരുടെ വനിതാ വിഭാഗമായി സംഘടിച്ച് നിൽക്കുന്നതല്ലാതെ കേരളത്തിലെ സ്ത്രീകൾ അസംഘടിതരായി നിൽക്കുന്നത് കൊണ്ടാണ്, കേരളത്തിൽ ഫാസിസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്താത്തത് കൊണ്ടാണ് വളരെ സുരക്ഷിതരായി ഞാനടക്കമുള്ള സ്ത്രീകൾ കേരളത്തിൽ നിലകൊള്ളുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എവിടെയാണോ അതിനെതിരായി ശബ്ദിക്കാൻ സ്ത്രീകൾ തുടങ്ങുന്നത്, ഏറ്റവും വലിയ അടിച്ചമർത്തൽ ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരിക സ്ത്രീകൾ തന്നെയായിരിക്കും. ദളിത് വിഭാഗത്തിലെയോ മുസ്ലിം വിഭാഗത്തിലെ ഏത് വിഭാഗത്തിലെയും സ്ത്രീകളായിരിക്കും ഫാസിസത്തിൻ്റെ മുഖ്യ ശത്രു. അത് അനുഭവിക്കണമെങ്കിൽ സ്ത്രീകൾ സംഘടിതരായി അതിനെതിരെ ശബ്ദിച്ചു തുടങ്ങണം. അത്തരമൊരു ശബ്ദം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു ആമുഖം എന്ന നിലയിൽ ചില സൂചനകൾ ഞാൻ നൽകിയതാണ്. ഇതിൻ്റെ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. RSSന്റെ 100 വർഷങ്ങൾ എന്ന നിലയിൽ കേരളത്തിലെ പ്രമുഖരായ ആക്ടിവിസ്റ്റുകൾ, ഭൗതിക പ്രമുഖരായ ആളുകൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദ ക്രിട്ടിക് നടത്തിയ പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാര കൃതിയാണ് RSSന്റെ 100 വർഷം എന്ന ഈ കൃതി. ഇതിന്റെ പ്രകാശനം നിർവഹിക്കുന്നതിന് ചലച്ചിത്ര പ്രവർത്തകയായ ലാലി PM-നോട് അഭ്യർത്ഥിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് സുൽഫത്ത് ടീച്ചറോടും വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇങ്ങോട്ട് ഇടുന്ന മറിട്ട് വരാം, നിങ്ങൾ പറയുന്നത് പുസ്തകത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഇതിലെ മിക്ക പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിരുന്നതാണ്. എന്തായാലും വളരെ നല്ലൊരു പുസ്തകമാണ്. എല്ലാവരും അത് വാങ്ങി സഹകരിക്കുക. പ്രിയമുള്ളവരെ, ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പലരും ഇന്നിവിടെ സംസാരിച്ചവർ കൂടിയാണ്. ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള 16 പേർ നടത്തിയ ക്രിട്ടിക് യൂട്യൂബ് ചാനലിൽ നടത്തിയ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം. കെ വേണു, കെ സച്ചിദാനന്ദൻ, കൽപ്പറ്റ നാരായണൻ, കെ മുരളി, ഡോക്ടർ കെ അരവിന്ദാക്ഷൻ, സണ്ണി എം കബിക്കാട്, കെ എൻ കുഞ്ഞുമുഹമ്മദ്, ഡോക്ടർ സുനിൽ പി ഇളയടം, ഡോക്ടർ മാളവിക ബിന്നി, ജെ രഘു, PN ഗോപികൃഷ്ണൻ, TS ശ്യാംകുമാർ, സജീവൻ അന്തിക്കാട്, ടി മുഹമ്മദ് വേളം, ഡോക്ടർ സോയ ജോസഫ്, ഡോക്ടർ TT ശ്രീകുമാർ എന്നിവരുടെ പ്രഭാഷണങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോഴും മറ്റു പല വിഷയങ്ങളിലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർ തമ്മിലുണ്ട് എന്നുള്ളത് ഈ പുസ്തകത്തിൽ വ്യക്തമാണ്. ഗാന്ധിയെ വിലയിരുത്തുന്നതിൽ, അംബേദ്കറിനെ വിലയിരുത്തുന്നതിൽ, മാർക്സിനെ വിലയിരുത്തുന്നതിലൊക്കെ തന്നെ അങ്ങനെ നിരവധി വിഷയങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ളവരാണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ RSS 100 വർഷം തയ്ക്കുന്ന ഈ സാഹചര്യത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തമായി ചെറുക്കുക എന്നുള്ളതാണ് ഏതൊരു ജനാധിപത്യവാദിയുടെയും മതേതരവാദിയുടെയും പ്രാഥമിക കടമ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ക്രിട്ടിക് ഇത്തരം സംരംഭത്തിന് തയ്യാറായതും ഇവരെല്ലാം സഹകരിച്ചതും. ഇന്ന് ഇത്തരമൊരു വേദിയിൽ വെച്ച് വളരെ പ്രസക്തമായ ഈ ഫാസിസ്റ്റ് വിരുദ്ധ വേദിയിൽ വെച്ച് ഇത് പ്രകാശനം ചെയ്യാൻ തയ്യാറായ സംഘാടകരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പാർട്ടിയുടെ സാധാരണ മണ്ഡലം സെക്രട്ടറി ഇദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ ഔപചാരികമായ ആദ്യ വിൽപ്പന അന്തർ മാസ്റ്റർ സമാജ്വാദി പാർട്ടിയുടെ നാദാപുരം മണ്ഡലം സെക്രട്ടറിയാണ്. കാശി വന്നിട്ടുണ്ട്. ഏറ്റവും ബഹുമാന്യരായ സദസ്സിലും വേദിയിലും ഇരിക്കുന്നവരെ, ഫാസിസത്തിനെതിരെ കൂടിയിരിക്കുന്ന ഈ സദസ്സും വേദിയും ഒരുപോലെ തന്നെ പ്രസക്തമാണ് എന്ന നിലയ്ക്കാണ് ഞാൻ എല്ലാവരെയും ഒരേപോലെ അഭിസംബോധന ചെയ്തത്.
ഇവിടെ നമ്മളെ അനൗൺസ് ചെയ്യുന്ന ആൾ പറഞ്ഞു പ്രോട്ടോകോൾ വിരുദ്ധമായി പോയി പിന്നെ അധ്യക്ഷയെ വിളിക്കേണ്ടതിന് പകരം വേറെ ആളെ വിളിച്ചു നോക്കി. നമ്മൾ കഴിഞ്ഞ 2 സെഷനും ഒന്നായിട്ടാണ് നടത്തിയത്. ഫാസിസത്തിനെതിരെ നമ്മൾ ഒന്നാകുമ്പോൾ മറ്റ് പ്രോട്ടോകോളുകൾക്കൊന്നും ഇവിടെ യാതൊരു വിലയുമില്ല. എനിക്ക് നന്നായി അറിയാവുന്നതുപോലെ സംഘാടക സമിതി അംഗം എന്ന നിലയിൽ 52 പേര് ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. 52 പേർ നിന്ന് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ മാത്രം കരുത്തുണ്ടാവുക. അങ്ങനെ ഒരു കരുത്തുണ്ടാവണമെങ്കിൽ നമ്മുടെ മൈൻഡ് ഫാസിസ്റ്റ് വിരുദ്ധമാവുക എന്നതിനപ്പുറം മറ്റൊന്നും ഉണ്ടാവേണ്ടതില്ല. അതുകൊണ്ട് തന്നെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടോകോളുകൾ അതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. നമ്മൾ ഈ നമ്മുടെ രാജ്യത്ത് വീങ്ങാനിരിക്കുന്ന ഫാസിസത്തിനെതിരെ എങ്ങനെ സംഘടിക്കുന്നു എന്നതാണ് പ്രസക്തി. രാവിലെ കൂടുതലൊന്നും പറയാൻ സമയമില്ല. 1-2 കാര്യം മാത്രം പറയാം. രാവിലെ ശ്രീ സണ്ണി കപ്പിക്കാട് പറയുണ്ടായി, ഇന്ത്യയുടെ അടിത്തറ തന്നെ ബ്രാഹ്മണ്യമാണ്, ചാതുർവർണ്ണയമാണ്, ജാതി ഉച്ചനീചത്വങ്ങളാണ്. അതിനെ നമ്മളെ ഭരണഘടന കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു. അതെ, നമ്മളിവിടുന്ന് സാമ്രാജ്യത്തെ ആളുകളെ ഇവിടെ കോളനിവൽക്കരിക്കപ്പെട്ടപ്പോൾ, ഇവിടുത്തെ ബ്രിട്ടീഷുകാരെ പറഞ്ഞയച്ചപ്പോൾ, ഇവിടെ സ്വാതന്ത്ര്യം നേടിയപ്പോൾ അതിനോടൊപ്പം അതിനു മുമ്പുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരെ ഇവിടുത്തെ ചാതുർവർണ്ണ വ്യവസ്ഥയൊക്കെ ഇല്ലാതാക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ഭരണഘടനയാണുള്ളത്. ആ ഭരണഘടനയ്ക്ക് വേണ്ടി, ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ പുഴുക്കൾ ഉള്ളിലുള്ള ആളുകൾ ഉള്ളിലൂടെ മറ്റൊരു പണി എടുത്തുകൊണ്ടിരുന്നത്. അവരെടുത്ത പണി ഇവിടെ ഈ രാജ്യത്തിന് വേണ്ടുന്ന, ഈ രാജ്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുള്ള ഒരു പണിയുമല്ല. അവരോട് എടുത്തുകൊണ്ടിരുന്നത് ആളുകളുടെ ഉള്ളിൽ വെറുപ്പ് നിറക്കുക എന്നത് മാത്രമാണ്. പരമത വിദ്വേഷം, പരജാതി വിദ്വേഷം, ഇങ്ങനെയുള്ള അങ്ങേയറ്റം നികൃഷ്ടമായ വെറുപ്പ്, മറ്റുള്ളവരുടെ വെറുപ്പ് നിറക്കുക. വംശീയത എന്നത് ഒരു വെറുപ്പ് മാത്രമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ലോകത്ത് ഇന്ത്യൻ ഫാസിസത്തെ കവച്ചു വെക്കാൻ ഒരേ ഒന്നേ ഉള്ളൂ, അത് ജൂതസയനിസമാണ്. ജൂതസയനിസം അതിൻ്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുമ്പോൾ എന്താണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. നമ്മൾ കാണുന്നുണ്ട്, എല്ലും തോലുമായിട്ടിരിക്കുന്ന കുട്ടികൾ പട്ടിണി, മേലെ തീമയ വർഷിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, കാണാനും കേൾക്കാനും പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യരെ ആക്കി തീർത്തിരിക്കുകയാണ്. ഒക്കെയും വംശീയതയാണ്, മറ്റു വംശത്തോടുള്ള വിദ്വേഷം, വെറുപ്പ്. ഈ സാധനം തന്നെയാണ് ഇന്ത്യയിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങൾ എന്നെക്കാൾ നന്നായി വിവരമുള്ള, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള, അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള, ചർച്ച ചെയ്തിട്ടുള്ള ആളുകൾ രാവിലെ മുതൽ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. നമുക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ, നമ്മളെല്ലാവരും ഈ ഫാസിസത്തിനെതിരെയാണ് എന്നിവിടെ പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപനം ഇവിടെ നടത്തിക്കൊണ്ട് ഈ സദസ്സിലേക്ക് മറ്റുള്ളവരെ, ഈ വേദിയിലേക്ക്, ഈ സെഷൻ്റെ പേര് സ്ത്രീ, ജാതി, പരിസ്ഥിതിവാദം എന്ന പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നാണ്. അപ്പം ഞാൻ ആദ്യം ആലോചിച്ചിട്ടുണ്ട്, ഈ ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനത്തിൽ സ്ത്രീ, ജാതി ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുക. അപ്പം നമ്മളെ ആകെ കൂടി 10-60 പേര്, നമുക്ക് എല്ലാവർക്കും, നമ്മൾ ഇവിടെയുള്ള ജനകീയ കൂട്ടായ്മകൾ, അതുപോലെ ആക്ടിവിസ്റ്റുകൾ എല്ലാവർക്കും ഞങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധരാണെന്ന് പ്രഖ്യാപിക്കണം. അതിന് വിവിധ സെഷനുകൾ ഉണ്ടാക്കണം. വിവിധ രൂപത്തിൽ നമ്മൾ ആ ഫാസിസ്റ്റ് വിരുദ്ധത പ്രഖ്യാപിക്കുന്നു. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വിശദാംശങ്ങൾ പിന്നീട് ഈ കൂട്ടായ്മ തന്നെ നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സെഷനിലെ പ്രാസംഗികരെ, അല്ലെങ്കിൽ ഈ സെഷനിലെ ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യദാർഢ്യ പോരാളികളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യമുന്നണി രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലും ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിച്ച CPM റെഡ് സ്റ്റാറിൻ്റെ നേതാക്കളെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിൽ ഈ കൂട്ടായ്മ സംഭവിക്കുന്ന സമയത്ത് വിസ്മയകരമായ രീതിയിലുള്ളൊരു സാമൂഹ്യ പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി ഇന്നലെ കേരളത്തിൻ്റെ പ്രതീകമായ ഒരു സ്ത്രീയെ സന്ദർശിച്ച് അവരോട് മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾക്കും മാപ്പ് ചോദിക്കുന്ന ഒരു ചിത്രം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കുന്ന നിരവധി നടപടികളിൽ ഒന്ന് മാത്രമാണ്. ഇവിടെ സുൽഫത്ത് ടീച്ചർ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ അണിനിരത്തി വനിതാ മതിൽ സംഘടിപ്പിച്ചതിന് ശേഷം ആ മതിലിൽ കല്ലായിപ്പോയി നിന്ന എല്ലാവരോടും ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മാപ്പ് ചോദിക്കുന്ന ഒരു രാഷ്ട്രീയം
കേരളത്തിൽ ഇന്ന് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. സംഘപരിവാറിനെ സംബന്ധിച്ച് കേരളത്തിൽ വളരെ സന്തോഷകരമായ ഒരു ചുറ്റുപാടാണുള്ളത്. കാരണം സംഘപരിവാറിനുണ്ടായിരുന്ന ഒരു പരിമിതി കേരളത്തിൽ 2 ഹിന്ദു പാർട്ടികൾ പ്രവർത്തിക്കുന്നുള്ളായിരുന്നു. ഒരേ സാധനം വിൽക്കുന്ന 2 കട തുറന്നാൽ ഒന്ന് എന്തായാലും പൂട്ടിപ്പോകും, 2ലും കൂടി ആൾ വരില്ല. അതുകൊണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ, ഒരുപക്ഷെ ഗോഡ്സേയേക്കാൾ വലിയ ഹിന്ദുത്വ തീവ്രവാദിയായ ഒരാൾ ഇപ്പോഴുണ്ട്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കേസരി എന്ന് പറയുന്ന വീക്കിലിയിൽ ഒരു ലേഖനം എഴുതി. ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട സൈദ്ധാന്തികനാണ് അന്നും ഇന്നും അദ്ദേഹം. എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് കേരളത്തിൽ അങ്ങനെ 2 ഹിന്ദു പാർട്ടികൾ വേണ്ട, CPIM-ഉം BJP-യും ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളൊക്കെ പാഠം പഠിപ്പിക്കണം, അവർ തമ്മിൽ മുന്നണി വരണം. 10 കൊല്ലം മുമ്പ് BJP-യും CPM-ഉം ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ആളുകളെ ക്ഷോഭം കൊള്ളിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഭാരതീയ വിചാര കേന്ദ്രവും കേസരി വാരികയും ടി ജി മോഹൻദാസിനെ സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ വളരെ ക്രാന്തദർശിയായ ടി ജി മോഹൻദാസ് പറഞ്ഞിടത്തേക്ക് 2025 കേരളത്തിൻ്റെ രാഷ്ട്രീയം ഏറെക്കുറെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 ഹിന്ദു പാർട്ടികൾക്ക് യോജിച്ച് നിൽക്കാവുന്ന ഒരു രാഷ്ട്രീയ പരിസരം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിനുപയോഗിക്കുന്നത് ഇസ്ലാമോഫോബിയയുടെ കടുത്ത വാദമുഖങ്ങളാണ്. നിങ്ങൾ റോഡിൽ കാണുന്ന 10 പേരോട് നിങ്ങൾ മുസ്ലിങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ 7 പേരും പറയുന്നത് മുസ്ലിങ്ങൾ വലിയ കുഴപ്പക്കാരാണെന്നാണ്. അത് മട്ടാഞ്ചേരിയിലും പറയും, കോഴിക്കോടും പറയും, തിരുവനന്തപുരത്തും പറയും, എവിടെയും പറയും. ആ നിലയിലേക്ക് കേരള രാഷ്ട്രീയത്തെ ധ്രുവീകരിക്കുന്നതിൽ സംഘപരിവാർ വിജയിച്ചിട്ടുണ്ട്. സംഘപരിവാറിനെ സംബന്ധിച്ച് കേരളം അവർക്ക് പിടികിട്ടാത്തൊരു സ്ഥലമായിരുന്നു. മറ്റു പല പ്രദേശങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ട്, സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ അവർക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല. ഇപ്പോഴവർക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യം. നമ്മളൊക്കെ പലരും തെറ്റിദ്ധരിച്ചിരുന്നത് കേരളത്തിലേക്ക് അങ്ങനെ RSSന് കയറി വരാൻ പറ്റില്ല, സംഘപരിവാറിന് കയറി വരാൻ പറ്റില്ല. കേരളം അങ്ങനെ നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ്. നാരായണഗുരു ഉണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, അയ്യങ്കാളിയുണ്ട്, പണ്ഡിറ്റ് കറുപ്പനുണ്ട്, പൊയ്കേലപ്പച്ചനുണ്ട്, വക്കമൗലവിയുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം ചേർന്ന് അവരെല്ലാം നടത്തിയ പ്രവർത്തനത്തിൻ്റെ നിക്ഷേപം വലിയ തോതിൽ ബാങ്കിൽ കിടക്കുന്നുണ്ട്. ആ പലിശ കൊണ്ട് ജീവിച്ചു പോകാമെന്നാണ് മലയാളികൾ തെറ്റിദ്ധരിച്ചിരുന്നത്. ആ തെറ്റിദ്ധാരണയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ല എന്ന് ഇപ്പോൾ കാര്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് വളരെ വലിയ ഒരു രാഷ്ട്രീയ വ്യതിയാനമാണ്. അതിനെ ചെറുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഫാസിസ്റ്റ് വിരുദ്ധ അന്വേഷണങ്ങളുടെ അടിത്തറയായി നിൽക്കേണ്ടത്. കാരണം 1928 കോട്ടയത്ത് SNDP യോഗത്തിൻ്റെ 26ാമത് സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നത് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്ന ഹിന്ദുത്വവാദിയായ ഒരു പണ്ഡിതനാണ്, ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന. മാളവ്യ അവിടെ പ്രസംഗം കഴിച്ചിട്ട് സദസ്സിനോട് പറഞ്ഞു, നിങ്ങൾ രാമൻ കി ജയ് എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അന്നേ ഉണ്ട് രാമൻ്റെ ബാധ. രാമൻ കി ജയ് വിളിക്കാൻ വേണ്ടി മദൻ മോഹൻ മാളവ്യ ആവശ്യപ്പെട്ടപ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്നിട്ട് രാവണൻ സിന്ദാബാദ് എന്ന് വിളിച്ചു. രാവണൻ സിന്ദാബാദ് എന്ന് വിളിച്ച ആൾ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ്റെ ഈ രാവണൻ സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യത്തോടുകൂടി മദൻ മോഹൻ മാളവ്യയുടെ കാറ്റ് പോയി. SNDP യോഗത്തിനകത്ത് സംഘപരിവാറിൻ്റെ വിത്ത് മുളപ്പിക്കാനുള്ള ശ്രമം 1928 കോട്ടയം സമ്മേളനത്തിൽ വെച്ച് തന്നെ സഹോദരൻ അയ്യപ്പൻ തകർത്തിട്ടുണ്ട്. പക്ഷേ എന്തിനെയാണോ സഹോദരൻ അയ്യപ്പൻ തകർത്തത് അതാണ് കഴിഞ്ഞ 30 കൊല്ലമായി കേരളത്തിലെ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ വിളഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിപ്പോയത്. നവോത്ഥാനമാണ് പോയത്. കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരെല്ലാവരും കൂടി ഒപ്പിട്ടിട്ട് ഒരു പരാതി കൊടുത്തു. നവോത്ഥാന സമിതിയുടെ ചെയർമാൻ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയാൾ മലപ്പുറം ജില്ലയ്ക്കെതിരെ നിരന്തര ആക്ഷേപം ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നവോത്ഥാന സമിതിയുടെ, അതൊരു ഗവൺമെൻറ് ബോഡിയാണ്, അതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് മാറ്റണമെന്ന് ഒരുപാട് പേര് പുരോഗമന കലാസാഹിത്യ സംഘകാരൊക്കെ ഒപ്പിട്ട് കൊടുത്തു. ഇതുവരെ ആ കത്ത് മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? സ്വാഭാവികമായിട്ടും നമ്മൾ ഫാസിസത്തെക്കുറിച്ച് പറയുമ്പോൾ മണിക്കൂറുകൾ സംസാരിക്കേണ്ടി വരും. ഫാസിസത്തെക്കുറിച്ച് പറയും, രാവിലെ മുതലേ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല ഞാൻ പോണത്. ഫാസിസ്റ്റുകളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ ഫാസിസ്റ്റുകളെ സംബന്ധിച്ച്, ഹിന്ദുത്വ ഫാസിസ്റ്റുകളെ സംബന്ധിച്ച് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തിൽ ഒരുപാട് ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുകയും ഭരണാധികാരത്തിലെത്തുകയും തകർന്നു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യൂറോപ്പിൽ
പഴയ ഫാഷിസ്റ്റിൻ്റെ കാലത്ത് അത് പരാജയപ്പെട്ടപ്പോൾ ഒരുപാട് ഫാസിസ്റ്റ് നേതാക്കൾ, നാസികളും ഫാസിസ്റ്റുകളും വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലോകത്തിൽ ഇതുവരെ ഭരണകൂടത്താൽ വലിയ തോതിൽ വേട്ടയാടപ്പെടാത്ത ഒരൊറ്റ ഫാസിസ്റ്റ് പ്രസ്ഥാനമേ ഉള്ളൂ, അത് RSS ആണ്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ അത്ഭുതമാണ്. 100 വർഷമായിട്ട് RSSനെതിരെ ഇന്ത്യയിൽ സംഘടിതമായി ഭരണകൂടം ഒരു നിലപാടും എടുത്തിട്ടില്ല. അവർ ഒരു തരത്തിലും ആക്രമിച്ചിട്ടില്ല. മഹാത്മാഗാന്ധിയെ കൊന്നതിന് ശേഷം പോലും അവർക്ക് വലിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. ബാബർ മസ്ജിദ് തകർത്തതിന് ശേഷം പോലും അവർ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഭരണകൂടം പൂർണ്ണമായും സംരക്ഷിച്ചിട്ടുള്ള 100 വർഷം തികയുന്ന ഒരു ഫാഷിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണിത്. ഇത് അത്ഭുതകരമാണ്. അതിൻ്റെ യാത്ര, അതിൻ്റെ സേവനം, അതിൻ്റെ അച്ചടക്കം, അതിൻ്റെ പ്രതിബദ്ധത, അതിൻ്റെ സാമൂഹ്യമായ ഇടപെടലുകൾ വിസ്മയകരമാണ്. നിങ്ങളും ഞാനും പഠിക്കേണ്ട കാര്യങ്ങളാണ് മോദിയുടെ വാചകങ്ങളിലുള്ളത്. 100 വർഷമായിട്ട് എങ്ങനെയാണ് സംഘപരിവാർ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, സ്വാധീനം ഉറപ്പിക്കുന്നതെന്ന് മോദി ചെങ്കോട്ടയിൽ നിന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു നിലയ്ക്കും പങ്കെടുക്കാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളായി നിന്നുകൊണ്ടാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളാണ് 100 വർഷം തികയുന്ന ഒരു സംഘടനയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. പ്രധാനമന്ത്രി എന്ന കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനർത്ഥം ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അംബേദ്കറിസ്റ്റുകളൊക്കെ അവരുടെ രാഷ്ട്രീയ സംഘാടനത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഫാഷിസത്തിനെതിരായ ചെറുത്തുനിൽപ്പ് ആരംഭിക്കേണ്ടത്. ചെറിയ ജോലിയല്ല, അത് ചെറിയ ജോലിയല്ല. കേരളം പോലുള്ള പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് മുസ്ലിങ്ങൾ നമുക്ക് അപകടകാരികളായ ആളുകളാണെന്ന് പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അയാളെ നിലനിർത്താനുള്ള ഒരു രാഷ്ട്രീയമായ ധാർമ്മികത ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണത് വരാത്തത്? എന്തുകൊണ്ടാണ് മലപ്പുറം ഒരു പ്രശ്നമായി മാറുന്നത്? മലപ്പുറം ഒരു പ്രശ്നമായി മാറേണ്ട യാതൊരു കാര്യമില്ല. കാരണം 1921 മലബാർ കലാപത്തിന് ശേഷം, മലബാർ കലാപം എന്ന് പറയുന്നത് 2 താലൂക്കുകളിൽ, വള്ളുവനാടിലും ഏറനാടിലും നടന്ന കലാപമാണ്, കർഷകരുടെ കലാപമാണ്. പക്ഷേ ആ കലാപം നടന്നതിന് ശേഷം കേരളത്തിൽ ഒരു ജില്ലയിലും, എല്ലാ ജില്ലയിലും കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ 1921 മലബാർ കലാപത്തിന് ശേഷം വർഗീയ സംഘർഷങ്ങളില്ലാത്ത ഒരൊറ്റ ജില്ലയേ ഉണ്ടായിട്ടുള്ളൂ, അത് മലപ്പുറം ജില്ലയാണ്. 21 മലബാർ കലാപത്തിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും മലപ്പുറത്ത് വർഗീയമായ ചേരിതിരിവുകളോ സംഘർഷങ്ങളോ ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ട് എന്ന് പഠിക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ചുമതലയാണ്. അങ്ങനെയുള്ള ഒരു ജില്ലയെക്കുറിച്ച് വെള്ളാപ്പള്ളിക്ക് ഇങ്ങനെ സംസാരിക്കാനും അത് കേട്ടിരിക്കാനും ആളുകൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർക്കെന്തോ തകരാറ്. കോഴിക്കോട്ട് വന്നിട്ട് മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് പ്രസംഗിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ചരിത്രത്തിൽ നിന്ന് അവർ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാമൂതിരി രാജാവ്
സാമൂതിരി രാജാവിൻ്റെ കച്ചവടങ്ങൾക്ക്, അറബിക്കടലിലൂടെയുള്ള കച്ചവടങ്ങൾക്ക്, കപ്പലുകൾക്ക് അകമ്പടി പോയിരുന്ന കുടുംബത്തിൻ്റെ പേരാണ് കുഞ്ഞാലി മരക്കാർ കുടുംബം എന്ന് പറയുന്നത്. പരമ്പരയായിട്ട്, തലമുറകളായിട്ട് സാമൂതിരി രാജാവ് വാസ്കോഡഗാമയുടെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ ആദ്യം കൊടുത്തത് കുഞ്ഞാലി മരക്കാരുടെ തലയാണ്. കുഞ്ഞാലി മരക്കാരെ കൈമാറിയതിന് ശേഷം, മരക്കാർ കുടുംബത്തെ നാവിക ചുമതലയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഗോവയിൽ കൊണ്ടുപോയി കുഞ്ഞാലി മരക്കാരുടെ തല വെട്ടി ഉപ്പിലിട്ട് പ്രദർശിപ്പിച്ചതിന് ശേഷം സാമൂതിരിയുടെ കപ്പലുകൾ അറബിക്കടലിൽ ഒരു കച്ചവടം നടത്തിയിട്ടില്ല. മലബാറിലെ ദീർഘകാലത്ത് ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച ഒരു രാജാവ് സാമൂതിരി അവസാനം കൊട്ടാരത്തിന് തീവെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അത് കേരളത്തിൻ്റെ, ഇന്ത്യയുടെയും ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞാലി മരക്കാരുടെ പിന്തുണയില്ലെങ്കിൽ സാമൂതിരിക്ക് രാജ്യം ഭരിക്കാൻ കഴിയില്ല എന്നാണ് അതിൻ്റെ മലയാളം. ഇത് നമ്മുടെ ചരിത്രത്തിൽ, ഞാൻ ചവിട്ടി നിൽക്കുന്ന, നമ്മൾ സംസാരിക്കുന്ന ഈ സാമൂതിരിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഓർമ്മിക്കാതിരിക്കുന്നത് വലിയ ചരിത്രത്തിലെ നീതികേടാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഫാഷിസത്തിനെതിരെ, ഹിന്ദുത്വ ഫാസിസത്തിനെതിരെയുള്ള ഒരു വലിയ ചെറുത്തുനിൽപ്പ് വരുമ്പോൾ അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്താണ്, ജാതിയിൽ അധസ്ഥിതർ എന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണർ, അധസ്ഥിതർ എന്ന് വിളിക്കുന്ന ആളുകളുടെ പങ്കാളിത്തം എന്താണ്, പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പങ്കാളിത്തം എന്താണ്, എങ്ങനെയാണ് അതിവിശാലമായ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണി രൂപപ്പെടുത്തുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്, ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഒരു പ്രത്യേകത, അതിനെതിരായിട്ട് ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആശയങ്ങളെയും പ്രസ്ഥാനങ്ങളെയും സ്വാഭാവികമായി സ്വാംശീകരിച്ചെടുക്കാൻ കഴിയുന്ന, അതിൻ്റെ തന്നെ പ്രതിച്ഛായയിൽ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകത ഇന്ത്യയിലെ ഫാസിസത്തിനുണ്ട്. അത് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. അതിനെതിരായി വരുന്ന പ്രസ്ഥാനങ്ങൾ പോലും അത് അതിൻ്റെ ഭാഗമാക്കി മാറ്റും. അതുകൊണ്ട് ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെ ദളിത് പക്ഷത്തു നിന്ന് ഉയർന്നു വന്ന ആളുകൾ പോലും പലപ്പോഴും ഫാസിസ്റ്റുകളുടെ പാളയത്തിൽ എത്തിയിട്ടുണ്ട്. മായാവതി എത്തിയിട്ടുണ്ട്, ഉദിതരാജ് എത്തിയിട്ടുണ്ട്, രാംദാസ് അത്താവാല എത്തിയിട്ടുണ്ട്, ഒരുപാട് ദളിത് പക്ഷത്തു നിന്ന് ഉയർന്നു വന്ന അംബേദ്കറിസ്റ്റ് നേതാക്കൾ എത്തിയിട്ടുണ്ട്, മതനിരപേക്ഷവാദികൾ എത്തിയിട്ടുണ്ട്, അബ്ദുള്ള കുട്ടിയെ പോലുള്ള മുസ്ലിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ തങ്ങൾക്കെതിരെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാത്തിനെയും സ്വാംശീകരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യൻ ഫാഷിസത്തിനുണ്ട്. അതിനെതിരായ ചെറുത്തുനിൽപ്പ് കുറെ കൂടി സൂക്ഷ്മമായി നടത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം കുറെ കൂടി പ്രധാനപ്പെട്ടാണ്, അത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഫാസിസത്തിനെതിരെ ചെറുത്ത് നിൽക്കുമ്പോൾ ഫാഷിസത്തിൻ്റെ ശേഷിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ആവശ്യമാണ്. ഇന്ത്യൻ ഫാസിസം വളരെ സൂക്ഷ്മതലത്തിൽ വരെ സ്വാധീനം ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന രൂപമാണ്. അത് നിങ്ങൾക്ക് ഒരു തലയുള്ള ഒന്നല്ല. RSS എന്ന് പറയുന്ന സംഘടന മാത്രമല്ല, 1200-ലധികം വരുന്ന ബഹുജന സംഘടനകളിലൂടെയാണ് ഇന്ത്യയിൽ RSS പ്രവർത്തിക്കുന്നത്. അതാണ് സംഘപരിവാരം. അതുകൊണ്ട് നമ്മൾ പുറമേ നോക്കിയാൽ വളരെ മതനിരപേക്ഷവാദിയായിരിക്കുന്ന ഒരാൾ പോലും ചിലപ്പോൾ അയാൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അയാൾ ഫാഷിസത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരാളായിരിക്കും, അതിൻ്റെ ഒരു ഉറച്ച വിശ്വാസിയായിരിക്കും. അതുകൊണ്ട് ഈ സൂക്ഷ്മതലത്തിലുള്ള ഫാഷിസ്റ്റ് വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള അതിവിശാലമായ ഒരു മുന്നണി രൂപപ്പെടുത്തുക എന്നുള്ളത് ഇടതുപക്ഷക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഫാസിസ്റ്റുകൾ ഈ സമൂഹത്തിനകത്തുള്ള എല്ലാ വലതുപക്ഷ ആശയങ്ങളെ, വലതുപക്ഷ പ്രസ്ഥാനങ്ങളെ, വലതുപക്ഷ ബോധ്യമുള്ള വ്യക്തികളെ, വലതുപക്ഷ സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങളെ മുഴുവൻ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചാണ് അവർ സ്വാധീനം ഉണ്ടാക്കുന്നത്. ഇടതുപക്ഷം എങ്ങനെ വിഘടിക്കാം എന്നതിലാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീറ്റാൽ ഇടതുപക്ഷക്കാർ ആലോചിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് പിളരാൻ കഴിയുക എന്നാണ്. യോജിച്ചു നിൽക്കാൻ കഴിയുന്ന, യോജിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ മുസ്ലിങ്ങളെ യോജിപ്പിക്കുക, ദളിതരെ യോജിപ്പിക്കുക, സ്ത്രീകളെ യോജിപ്പിക്കുക, ചെറുപ്പക്കാരെ യോജിപ്പിക്കുക, ആദിവാസികളെ യോജിപ്പിക്കുക, അംബേദ്കറിസ്റ്റുകളെയും ജനാധിപത്യവാദികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും യോജിപ്പിക്കുക, അങ്ങനെ വിശാലമായ ഒരു യോജിപ്പിൻ്റെ മെക്കാനിസം സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഉള്ള ആസൂത്രിതമായ ദീർഘകാല പദ്ധതി ഇല്ലാതെ നമുക്ക് ഫാഷിസത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അത്തരം ദീർഘകാല പദ്ധതികൾക്കുള്ള മുഖവരയായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് RMBIയുടെ പേരിൽ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രോവിൻ്റ് പറയുന്നത് ട്രാൻസിഷൻ സ്റ്റഡീസിൻ്റെ ഞാനൊന്ന് പറയാം. ചൂരൽമല ഉരുൾപൊട്ടലിനെ കുറിച്ച് നടന്ന ജനകീയ ശാസ്ത്ര പഠന റിപ്പോർട്ട് തെന്നുന്ന ഭൂമി ചിതറുന്ന ജീവിതങ്ങൾ എന്ന പേരിൽ ട്രാൻസിഷൻ സ്റ്റഡീസ്, കൾച്ചറൽ ഫോറം,
റെഡിംഗ് ബുക്സ്, മാസ് ലൈൻ പബ്ലിക്കേഷൻസ്, പശ്ചിമഘട്ട സംരക്ഷണ സമിതി എന്നിവ ചേർന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇവിടെ നടക്കുകയാണ്. KS ഹരിഹരൻ കൾച്ചറൽ ഫോറത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ R ബാലകൃഷ്ണന് നൽകിക്കൊണ്ട് ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കും. പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി സഖാവ് ഹരിഹരനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബാലകൃഷ്ണനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്മൃതിയാണ് അടുത്തതായി ലാലി PM ചലച്ചിത്ര പ്രവർത്തകയാണ്. സോഷ്യൽ മീഡിയയിലെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ വളരെ ശ്രദ്ധേയവും സജീവവുമായ സാന്നിധ്യമാണ്. ലാലി PM-നെ സംസാരിക്കാൻ വേണ്ടി വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നോട്ടീസിൽ കണ്ട ഇവിടെ സംസാരിച്ച ഇനി സംസാരിക്കാനുള്ള ആൾക്കാരുടെ രാഷ്ട്രീയ ആശയ ദാർഢ്യമുള്ള ഇത്ര ആൾക്കാർ സംസാരിക്കുന്ന വേദിയിൽ എനിക്കിനി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. തന്നെയുമല്ല, ഞാൻ സംസാരത്തിലത്ര മിടുക്കിയല്ല. അപ്പോൾ സത്യത്തിൽ ഞാൻ എറണാകുളത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നത് ഫാസിസത്തിനെതിരെ ആര് വിരൽ ഉയർത്തിയാലും അവരുടെ കൂടെ ഞാൻ നിൽക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരു സംസാരമൊന്നും എനിക്കത്ര വശമുള്ളൊരു കാര്യമല്ല. നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെ മുഖ്യധാര പാർട്ടികൾ ഇവിടെ ഫാസിസം വന്നിട്ടുണ്ടോ, എത്തിയിട്ടുണ്ടോ, അതോ അതിപ്പോഴും ഡൽഹിയിൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിൻ പിടിക്കാനായിട്ട് നിൽക്കുവാണോ എന്നൊക്കെ സംശയം തോന്നുന്ന രീതിയിൽ രാവിലെക്കോളം ചർച്ച ചെയ്യുകയും ഇതുവരെയും ഫാസിസത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങൾ 14 എണ്ണം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഉംബർട്ടോ എക്കോ. അതിൽ 10 എണ്ണമൊക്കെ ആയിട്ടുള്ളൂ, ഇനിയുണ്ട് 4-5 എണ്ണമൊക്കെ ആവാൻ. അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫാസിസത്തിനെതിരെ സംസാരിക്കാം. ഇപ്പോൾ ഫാസിസം ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പറയുന്നവരാണ് നമുക്ക് വേണ്ടി സംസാരിക്കും എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അവർ പ്രമേയങ്ങളായും പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: ഫാസിസം എത്തിയിട്ടില്ല. നമുക്കറിയാം, ഫാസിസം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ഡെങ്കിപ്പനി വരുന്നത് പോലെ അതിൻ്റെ ഇത്രയും ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ കോവിഡിന് ഇത്ര ലക്ഷണങ്ങൾ, കോവിഡിൻ്റെ വേരിയൻസ് വരുമ്പം അതിൻ്റെ ലക്ഷണങ്ങൾ മാറും. ഇങ്ങനെയൊന്നും അല്ല ഫാസിസം. ഫാസിസം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇറ്റലിയിൽ വരികയും അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പം അന്നത്തെ ചിന്തകരും ഒക്കെ അതിനെ അനുഭവിച്ച ആൾക്കാരും ഇങ്ങനെയൊക്കെയാണ് ഒരു ഫാസിസം ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫാസിസത്തിൻ്റെ കുറേ ലക്ഷണങ്ങൾ പറയുകയാണ്. അതിലിപ്പോൾ ഒരു 1-2 ലക്ഷണം കുറഞ്ഞാലും ഇപ്പോൾ എന്താ കുറയുക, നമുക്കൊരു സൈനിക അട്ടിമറി അതുണ്ടാവില്ല. കാരണം ഭരണകൂടം തന്നെ ഒരു ഫാസിസ്റ്റ് മനോഭാവമുള്ളൊരു ഇതായിട്ട് പ്രവർത്തിക്കുമ്പോൾ, അധികാര സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ പിന്നെ ഒരു ഭരണകൂട അട്ടിമറിയുടെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പം എങ്ങനെ നോക്കിയാലും ഫാസിസത്തിൻ്റെ ലക്ഷണങ്ങൾ പല രീതിയിൽ തികഞ്ഞ ഒരു സമൂഹമാണ് നമ്മളുടെ. അതിപ്പോൾ പലയിടത്തും പല രീതിയിലായിരിക്കും. ചിലപ്പം കേരളത്തിലുള്ളതുപോലെ ആയിരിക്കത്തില്ല തമിഴ്നാട്ടിൽ, അതല്ലെങ്കിൽ UP അങ്ങനെ ആയിരിക്കത്തില്ല. എങ്ങനെയാണെങ്കിലും RSS എന്ന് പറയുന്ന ഈ ഫാസിസ്റ്റ് സംഘടനയുടെ അതായിരിക്കും കേന്ദ്രം. അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഓരോ ചെറിയ ഇപ്പോൾ ഹനുമാൻ സേന, അത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരുന്നാൽ അവരെ അടിക്കുകയും കല്ലെറിയുകയും അവർക്ക് നേരെ ചൂരിലെടുക്കുകയും ചെയ്യുന്ന ഒരു ഹനുമാൻ സേനയായിരിക്കും. അല്ലെങ്കിൽ പൊതു ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ ശ്രമിക്കുന്ന ഒരു ദളിതന് നേരെ അവിടുത്തെ ജാതി വ്യവസ്ഥയിലുള്ള ആൾക്കാർ പറയുന്നതാവും. ഇങ്ങനെ ലക്ഷണങ്ങൾ പലതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ മുന്നിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് നമ്മൾ കണ്ട് അതിനെതിരെ പ്രതികരിക്കുക എന്നതാണ് ജനാധിപത്യ വിശ്വാസികളായ നമ്മളുടെ ഏറ്റവും
നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും ആയുധവും എല്ലാം ജനാധിപത്യമാണ്. ഈ ജനാധിപത്യ വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യങ്ങളും, അതിപ്പോൾ ആര് നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് ഓർത്തിട്ട് ഇല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇവിടെ ഭരിക്കുന്നവരുണ്ട്, 3/2 ഭൂരിപക്ഷമുള്ളവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ കരുതിയിരിക്കുന്നതിൽ നല്ലത് ഓരോരുത്തരും അവരവരുടേതായ നിലയിൽ ഇത് പറയുന്നത് തന്നെയാണ്. എനിക്കിവിടെ നിൽക്കുമ്പം അതായത് ഫാസിസവും സ്ത്രീകളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നായിരുന്നു എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. ഞാനിപ്പോൾ സംസാരിക്കേണ്ടത് വളരെ ശുഷ്കമായ ഒരു 10-ൽ താഴെ സ്ത്രീകൾ മാത്രമുള്ള ഒരു സദസ്സിൽ നോക്കിയിട്ട് സത്യത്തിൽ ഇത് അനുഭവിക്കേണ്ട ആൾക്കാരോടാണ് ഞാനിത് പറയേണ്ടത്. പക്ഷെ കേൾക്കുന്നതൊക്കെ നമ്മുടെ പുരുഷന്മാർ മാത്രമാണ്. അപ്പോൾ സ്ത്രീകളിലേക്ക് ഇതെത്തുന്നുണ്ടോ എന്നറിയില്ല. ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകൾ തന്നെയായിരിക്കും. അതിപ്പം നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം എന്താ പറയുക, നമ്മൾ ഫാസിസം ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്നത് ഒരു അപരനെ സൃഷ്ടിച്ചുകൊണ്ടാണ്. അതായത് മുസ്ലിം എന്ന് പറയുന്ന ഒരു അപരൻ, അതിനി കൂടി വന്നാൽ അത് മുസ്ലിം എന്നൊരു അപരനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വേരൂന്നി കഴിഞ്ഞാൽ അതിനുശേഷം അവർ ക്രിസ്ത്യാനികളെയും അതിനുശേഷം ദളിതരെയും അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ അവരുടെ ഇരകളാക്കും. പക്ഷെ ഇപ്പോൾ അതാണ് സ്ത്രീകളാണ്. അപ്പോൾ ഈ സ്ത്രീകൾ ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഈ ഫാസിസ്റ്റ് പ്രതിരോധം എത്ര മേൽ ആഴത്തിലും പരപ്പിലും ഒഴുകുമെന്ന് എനിക്കറിയില്ല. നമുക്കറിയാം ഇപ്പോൾ ഹിന്ദു സ്ത്രീകൾ തന്നെ ഹിന്ദുത്വ ഫാസിസത്തിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഹിന്ദു സ്ത്രീകൾ തന്നെയാകും. നമുക്കറിയാം ഇത് ഇവിടെ ജനാധിപത്യമൊക്കെ വരുന്നതിന് മുമ്പ് കൃത്യമായ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ, ഇപ്പം അതായത് ഈ സവർണ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മറക്കൂടെ പിടിക്കണം, ആരെയും കാണാൻ പാടില്ല എന്ന് പറയും. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ എന്താ പറയുക, പുലപ്പേടി, മണ്ണപ്പേടി, നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ. അപ്പോൾ എന്താ പറയുക, അവരുടെ കൺവെട്ടത്ത് വന്നാൽ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അവർ പുലേൻ്റെ കൂടെ പോകേണ്ടി വരും. ഇങ്ങനെ ഒരു പേടിപ്പിക്കലിലൂടെ അവർ സ്ത്രീകളെ അടക്കി നിർത്തുമായിരുന്നു. ഇപ്പോൾ അതിന് പകരം എന്തായി, അത് അപ്പുറത്ത് നമ്മളെ എതിർക്കാനൊരു ശത്രുവുണ്ട്. ഈ ശത്രു നമ്മുടെ സ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുപോകും, നമ്മുടെ സ്വത്ത് അപഹരിച്ചു കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു പേടി ഉണ്ടാക്കുകയും സ്ത്രീകളെ ഇപ്പോൾ തന്നെ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഒരു ഹൈന്ദവ വിശ്വാസമുള്ള ഒരു കുട്ടി പറഞ്ഞാണ്, അവരുടെ അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന്, നീ ആര് വേണമെങ്കിലും പ്രണയിച്ചു പക്ഷെ ഒരു മുസ്ലിമിനെ പ്രണയിക്കരുത് എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട്. അപ്പം സ്ത്രീകളുടെ ജെനുവിനായ വികാരങ്ങളെ പോലും എന്താ പറയുക എതിർക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തി വെക്കുന്ന ഒരു സമൂഹമായിരിക്കും ഫാസിസ്റ്റ് സമൂഹം എന്നത് ഉറപ്പാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം അവരെ സമുദായത്തിലെ സ്ത്രീകൾ അവർ നമ്മുടെ പുരുഷന്മാരെ വശീകരിക്കാൻ നിൽക്കുകയാണെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പേടി സൃഷ്ടിച്ച് തന്നെയാണ് ഈ ഫാസിസ്റ്റ് സമൂഹം ഇവിടെ വളരുന്നത്. സത്യത്തിൽ സ്ത്രീകൾ തന്നെയായിരിക്കും. നമുക്കറിയാം ഗുജറാത്ത് കലാപത്തിലൊക്കെ ഒരു ഗർഭിണിയാണെന്നുള്ള പരിഗണന പോലും സാധാരണ ഏത് സമൂഹത്തിലും സ്ത്രീകളെയും ഗർഭിണികളെയും കുട്ടികളെയും പരിഗണിക്കും. അപ്പോൾ ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെ സ്ത്രീയുടെ വയറ്റിൽ ശൂലം കൊണ്ട് കുത്തി അവരുടെ ഭ്രൂണം എടുത്തു എന്നൊരു അത് കഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ ക്രൂരതകൾ ആ സമയത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകളെ അടിച്ചമർത്തിയാൽ, സ്ത്രീകളെ ഒതുക്കി നിർത്തിയാൽ ഒക്കെ, അല്ലെങ്കിൽ സ്ത്രീകളെ നശിപ്പിച്ചാലൊക്കെ അവർക്ക് ഈ പറയുന്ന ഹിന്ദുത്വ ഫാസിസത്തെ എത്രയും പെട്ടെന്ന് രാജ്യത്തുണ്ടാക്കാം എന്നവർ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളും ഏറ്റവും അലേർട്ടായിട്ട് നിൽക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ ഫാസിസ്റ്റ് സമൂഹം. അതിന് നമ്മൾ ഇതിൽ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞോ എന്നൊന്നും നോക്കണ്ട. നമുക്ക് പറ്റുന്നത് പോലെ അത് ഒരു എഴുത്തുകൊണ്ടായാലും ഒരു ഷെയർ, ഇപ്പം ഞാൻ എന്താ പറയുക സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്കൊരു ചിലപ്പോൾ ഒരു ഷെയർ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു സമ്മേളനം നടക്കുന്നതിൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്നതായിരിക്കും. അതെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. നമ്മൾ ഫാസിസ്റ്റ് സംസ്കാരവും ജാതി, സ്ത്രീ, പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മളെല്ലാം സ്ഥിരമായി പറയുന്ന ഒരു ശാപവാക്കാണ് ഫാസിസം.
കാരണം എല്ലാ ജനാധിപത്യ വിരുദ്ധതയ്ക്കും നമ്മൾ സാധാരണ പേരിട്ട് വിളിക്കുക ഫാസിസ്റ്റാണ്. ഒരാൾ നമ്മളോടൊന്ന് തുറച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചീത്ത പറഞ്ഞാൽ നീ എന്ത് ഫാസിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഫാസിസത്തെ മനസ്സിലാക്കിയാൽ ഫാസിസത്തെക്കുറിച്ച് നമുക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ പുരുഷ മേധാവിത്വം നിൽക്കുന്നുണ്ട്. ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് ഫാസിസവുമായി സമീകരിക്കാവുന്നതാണ്. നമ്മുടെ എപ്പോഴും വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു സമീകരണ യുക്തിയുണ്ട്. എല്ലാത്തിനെയും നമ്മൾ എല്ലാം കണക്ക് തന്നെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഒരു മനോഭാവം, പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ഇന്ത്യയിലെ സവിശേഷമായി രൂപപ്പെട്ടിരിക്കുന്ന അധികാരസ്ഥമായ ഹിന്ദു എന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് അടവുപരമായിട്ട് അങ്ങനെ പറയുന്നത് ഹിന്ദുത്വ ഫാസിസ്റ്റുകൾക്കാണ് ഗുണം ചെയ്യുക എന്നുള്ള നിലയിലാണ്. കാരണം ഈ ജാതികളിൽ നിന്ന് ഒരു ഹിന്ദു ഐഡന്റിറ്റി നമുക്കറിയാം. രാഷ്ട്രീയത്തിൽ തന്നെ ആ ഹിന്ദു ഐഡന്റിറ്റി എത്ര സമർത്ഥമായിട്ടാണ് അവർ ഇന്ത്യയിൽ 60-കൾ തൊട്ടിട്ടൊക്കെ പിന്നോക്ക ജാതികളിലൊക്കെ രൂപപ്പെട്ടു വന്ന ഒരു അസർഷൻ്റെയും സ്വത്വബോധത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് പല മേഖലകളിലും അതിനെ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് ശക്തികൾ പ്രക്ഷോഭത്തിലേക്കും അധികാരത്തിലേക്കും സംസ്ഥാനങ്ങളിൽ അധികാരത്തിലേക്കും ഒക്കെ വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് ഈ ജാതിക്ക് അതീതമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ജാതി സ്വത്വത്തെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഹിന്ദു സ്വത്വം രൂപീകരിച്ചെടുക്കുന്നതിൽ അതിൽ RSSന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ RSSന്റെ 1200ഓളം വരുന്ന സംഘപരിവാരം എങ്ങനെയൊക്കെയാണ് സൂക്ഷ്മതലത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ തലത്തിൽ പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഒരു ഭാഗമാണ്, ഫാസിസത്തെ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അധികാരസ്ഥമായ രാഷ്ട്രീയ അധികാരം കൈയടക്കിയ ഒരു ഫാസിസ്റ്റ് ഭരണക്രമത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനെ രണ്ടിനെയും പരസ്പര ബന്ധിതമായി അതിൻ്റെ സവിശേഷതയിലും അതേസമയം അതിൻ്റെ പൊതുവായിട്ടുള്ളതിലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ആളുകൾക്കും ഫാസിസം എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ത്യൻ ജാതി വ്യവസ്ഥ തന്നെ ഫാസിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ അടിച്ചമർത്തൽ രൂപങ്ങളും അല്ലെങ്കിൽ എല്ലാ വേർതിരിക്കൽ രൂപങ്ങളും എല്ലാ മർദ്ദക രൂപങ്ങളും അതിനൊക്കെ പൊതുവായി പറയുന്ന ഒരു പേരാണ് ഫാസിസം എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ഒരു നിലപാടുണ്ടാകുന്നത് എന്നാണ്. ഇതിൻ്റെ അർത്ഥം അതൊന്നും ഇല്ല എന്നല്ല. ആ സവിശേഷതകളൊക്കെ ഫാസിസ്റ്റ് അധികാരം ദൃഢീകരിക്കുന്നതിൽ ഭരണകൂടത്തിൻ്റെ സകല മേഖലകളിലും ഫാസിസ്റ്റ് അധികാരം സ്ഥാപിക്കുന്നതിൽ ഓരോ സവിശേഷ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ച് ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അപ്പോൾ പോലും ഫാസിസം ഒരു ആധുനിക പ്രതിഭാസമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. മുതലാളിത്ത ഉൽപാദന ക്രമവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രതിസന്ധികളുടെ ഒരു സവിശേഷമായ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപക്ഷെ ഒരു ജനാധിപത്യ ഭരണരൂപങ്ങളിലേക്ക് സാമൂഹ്യ ക്രമങ്ങൾ രാഷ്ട്ര രൂപീകരണങ്ങൾ ഒക്കെ എത്തിപ്പെട്ടതിന് ശേഷം നടന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയും പ്രതിഭാസവുമാണ് ഫാസിസം എന്നുള്ളത് തിരിച്ചറിയുന്നില്ലെങ്കിൽ ഫാസിസത്തെക്കുറിച്ച് കാതലായിട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ സാംസ്കാരികമായ തലം മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഫാസിസത്തെ ഇന്ന് നേരിടാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇന്ന് ഫാസിസത്തെ നേരിടുന്നതിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ചുമതല രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് ഫാസിസത്തെ എങ്ങനെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ആ സവിശേഷ രൂപമായിട്ടുള്ള ഭരണകൂടത്തിൻ്റെ ആധിപത്യം ഫാസിസ്റ്റ് ശക്തികൾ കൈയടക്കിയതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള അതിന് തന്നെയാണ് ഇന്ന് മുഖ്യം. എന്ന് പറഞ്ഞാൽ ഈ സാംസ്കാരിക പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ദീർഘകാലമായിട്ട് നടക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പോൾ RSS ജാതി വ്യവസ്ഥയെ അടക്കം അല്ലെങ്കിൽ ബ്രാഹ്മണിക് ഹിന്ദുയിസം സ്ഥാപിച്ചത് എന്ന് പറയുന്ന ഒരു ദീർഘകാല സാംസ്കാരിക പ്രക്രിയയിലൂടെ ആണ് എന്ന് പറയുമ്പോഴും ആ ഫാസിസത്തെ ചെറുക്കാൻ 1000 കൊല്ലത്തെ സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ഇനിയും സാധിക്കൂ എന്ന് പറയുന്നതിൽ
എന്തോ ഒരു തകരാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അടിയന്തര കടമകളെ കുറിച്ചിട്ടുള്ള ഫാസിസ്റ്റ് ഭരണക്രമത്തെ അല്ലെങ്കിൽ ഭരണകൂട തലത്തിൽ എത്തിപ്പെട്ട ഫാസിസത്തെ അടിയന്തരമായി പുറത്താക്കേണ്ടുന്ന ചുമതലകളെ ഈ പറയുന്ന ദീർഘകാല സാംസ്കാരിക കടമകളുമായി കൂട്ടിക്കുഴക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വേണ്ട എന്നുള്ളതല്ല, അത് നിർബന്ധമായി നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കേരളം പോലെയുള്ള സമൂഹത്തിൽ ഈ ഹിന്ദുത്വ ആശയങ്ങൾ നേരത്തെ ഇവിടെയൊക്കെ പലരും സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന അഖിലേന്ത്യാ തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യവേദി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരൊരു മുന്നണി രാഷ്ട്രീയമായി ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ ഈ പറയുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് സാംസ്കാരിക കെണിയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും സാംസ്കാരിക രംഗത്ത് അതിൻ്റെ വിമർശനങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനമാണ്. ആ വിമർശനങ്ങൾ നാം നിർവഹിക്കേണ്ടതുമുണ്ട്. പക്ഷേ അപ്പോൾ പോലും അതും ഫാസിസം തന്നെ, ഇതും ഫാസിസം തന്നെ, RSSും ഫാസിസം തന്നെ, CPM ഫാസിസം തന്നെ എന്നുള്ള നിലയിൽ സമീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ള കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽ വേണം. അതിൻ്റെ സവിശേഷതകളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മുന്നണി രൂപീകരിക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. പ്രത്യേകിച്ചിട്ടും ഫാസിസത്തെ, അധികാരസ്ഥമായ ഫാസിസത്തെ അധികാരത്തിൽ നിന്ന്, അതിൻ്റെ അർത്ഥം ഫാസിസത്തിന്റെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും ഇന്ത്യ മുക്തമാവുമെന്നൊന്നല്ല. ഇപ്പോ RSS അല്ലെങ്കിൽ BJP അധികാരത്തിൽ ഇരിക്കാത്ത കാലഘട്ടത്തിലും ഇന്ത്യൻ ഭരണകൂടത്തിൽ അവർക്കുള്ള സ്വാധീനം, ഇന്ത്യയുടെ സാംസ്കാരിക സാമൂഹിക സ്ഥാപനങ്ങളിൽ അവർക്കുള്ള സ്വാധീനം അത്ര ചെറുതൊന്നും ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇനിയും അവർ അധികാരത്തിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തപ്പെട്ടാലും അത് അത്ര വേഗമൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നും നമുക്ക് പറ്റാത്തതാണ് എന്നും നമുക്കറിയാം. ഞാൻ അത്രയും സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് വരികയാണ്. ശരിക്കും മനുഷ്യാവകാശങ്ങളുടെ തലത്തിലും പരിസ്ഥിതി തലത്തിലും ഈ ഫാസിസം ഇന്ന് ഇന്ത്യയിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണികൾ ഈ രണ്ട് തലത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന 19ഉം 21ഉം നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതാണ്. ഒന്ന് ജീവിക്കാനുള്ള അവകാശം, മറ്റൊന്ന് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഭരണഘടന ഇപ്പോഴും റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ഈ അവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജീവിക്കാനുള്ള അവകാശം എന്നുള്ളത് നമുക്കറിയാം, 80കളിലും 90കളിലും ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഒക്കെ കാലഘട്ടങ്ങളിൽ ജീവിക്കാനുള്ള അവകാശം എന്നുള്ളതിന് വളരെ ലിബറലായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇന്ത്യയുടെ സുപ്രീം കോടതി അടക്കം നൽകിയത്. അത് ഡിഗ്നിറ്റിയോടുകൂടി, വെറുതെ ജീവിക്കാനുള്ളതല്ല, നിലനിൽക്കാനുള്ളതല്ല, ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള അവകാശമാണ്, അന്തസ്സാർന്ന ജീവിതം എന്നുള്ള നിലയിൽ വലിയ വ്യാഖ്യാനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഈ ജീവിക്കാനുള്ള അവകാശം എന്നുള്ളത് ഓരോ പൗരനും ഏത് സമയവും ഭരണകൂടത്താൽ കവർന്നെടുക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മധ്യേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആദിവാസി വേട്ട പലപ്പോഴും ഫാസിസത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ആദിവാസി വേട്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയ തോതിൽ ഖനികളും ഖനിജ വസ്തുക്കളും കൈയടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണകൂട സന്നാഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെയും നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് ഏറ്റവും ഭീകരമായ രൂപമാർജിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങൾ വളരെ വളരെ ദുർബലപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക്, കാരണം മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, പൗരാവകാശ പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ ദുർബലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 80കളിലോ 90കളിലോ മനുഷ്യാവകാശത്തെക്കുറിച്ചോ പൗരാവകാശത്തെക്കുറിച്ചോ സംസാരിക്കുന്ന സംഘടനകൾ, പ്രത്യേകിച്ചിട്ടും ഇന്ത്യയിലെ NGOകൾ മുഴുവൻ ഇന്ന് ഭരണകൂടത്തിന്റെ സ്കാനറിലാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഭരണകൂട പ്രവർത്തനങ്ങൾ അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടാൽ, ഇപ്പോ ലഡാക്കിലെ അദ്ദേഹം അത് ചെയ്തതുപോലെ അദ്ദേഹത്തെ എവിടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ളത്, ഒരു പൗരനെ അറസ്റ്റ് ചെയ്യാം, പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യന്റെ നമ്മള് സുപ്രീം കോടതിയുടെ ഒക്കെ വലിയ വ്യാഖ്യാനങ്ങൾ, അറസ്റ്റിന് ജാമ്യത്തിന് ഒക്കെയുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള വലിയ വ്യാഖ്യാനങ്ങൾ കേട്ടവരാണ്. അറസ്റ്റ് ചെയ്ത ഒരാളെ അവരുടെ കുടുംബത്തെ എങ്ങനെ അറിയിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സുപ്രീം കോടതിയുടെ തന്നെ ഒരു കേസിലെ, വളരെ പ്രശസ്തമായ ഒരു കേസിലെ വിധിയുണ്ട്. പക്ഷെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ചെയ്താൽ പോലും അയാൾ എവിടെയാണ്, എങ്ങോട്ടാണ് പോയത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്,
ഒരു സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ എന്തും ചെയ്യാമെന്നുള്ള രീതിയിൽ മനുഷ്യാവകാശങ്ങൾ ചവിട്ടിമതിക്കപ്പെടുമ്പോൾ മറ്റ് ആദിവാസി വിഭാഗങ്ങളുടെ വിഭവ കൊള്ളക്കെതിരായി അവർ നടത്തുന്ന സമരങ്ങളെ അടിച്ചമർത്തുന്നത് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകും. കാരണം എല്ലാവരെയും ഒതുക്കിയിരിക്കുന്നു. കാരണം ഇവരുടെയൊക്കെ പേരിൽ വിദേശ ഫണ്ട് മേടിക്കുന്ന ആളുകളുടെ മേലെ എന്താണ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട്, വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ തോതിലുള്ള ആരോപണങ്ങളും അറസ്റ്റുകളും ഒക്കെ നടത്താം എന്നൊക്കെയുള്ള സ്ഥിതി വരുമ്പോൾ അവർ നിശബ്ദമായി പോകുന്നു. അങ്ങനെ പ്രതിരോധത്തിന്റെ ഒരു ഭാഗത്ത് ഭരണഘടനയുടെ അവകാശങ്ങൾ റദ്ദാക്കപ്പെടുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധ സാധ്യതകളും നിർവീര്യമാക്കപ്പെടുന്നു. അങ്ങനെ നിരന്തരമായ ഭീകര ആക്രമണങ്ങൾ ഭരണകൂടം നടത്തുമ്പോൾ അത് തന്നെ ചോദ്യം ചെയ്യാതെ ഒരു സ്ഥിതി വരുന്നു. ഇപ്പോ മറ്റൊരു വിഷയം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, എന്ന് പറഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ഇവിടെയും നോക്കിയാൽ 1980കളിലും 90കളിലും നിരവധി നിയമനിർമ്മാണങ്ങൾ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത് കാണാം. തീരദേശ സംരക്ഷണ നിയമം, അതിനുശേഷം ഇപ്പുറത്ത് വനാവകാശ നിയമം വരെയുള്ള നിരവധി പോസിറ്റീവായിട്ടുള്ള, ഒരു പക്ഷേ ഇന്ത്യൻ ഭരണഘടനയും അംബേദ്കറും ഒക്കെ സ്വപ്നം കണ്ട രീതിയിലുള്ള ചില നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നിയമങ്ങൾ മുഴുവൻ റദ്ദാക്കപ്പെടുന്ന. ഇപ്പോൾ പരിസ്ഥിതി നിയമത്തിൽ പരിസ്ഥിതി ആഘാത നിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പുണ്ട്. ഒരു ഇത്ര വലിയ പദ്ധതിയാണെങ്കിൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതികവും സാമൂഹികവുമായിട്ടുള്ള ആഘാതങ്ങൾ മുൻകൂട്ടി പഠിച്ച് ആ പ്രൊജക്റ്റിന് അനുമതി നൽകുന്നതിന് മുമ്പ് പൊതുജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ച് പൊതുജനങ്ങൾക്ക് അതിൽ അഭിപ്രായം പറയാൻ ഉള്ള അവകാശം എവിടെ പോയി? ഇപ്പോൾ ആ അവകാശങ്ങളൊക്കെ ദേശീയപാത നിർമ്മാണം നടക്കുകയാണ്. അതിനെയൊക്കെ ഈ പറയുന്ന ഫാസിസ്റ്റ് ഭരണകൂടം നിയമങ്ങൾ ഒട്ടും മാറ്റാതെ തന്നെ, നിയമങ്ങൾ ഭേദഗതി ചെയ്യാതെ തന്നെ ഓഫീസ് മെമ്മോറാണ്ടങ്ങൾ കൊണ്ടും മറ്റും, അല്ലെങ്കിൽ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് റീച്ചുകളായിട്ട് വിഭജിച്ചും, അല്ലെങ്കിൽ ഒരു ചെറിയ പദ്ധതി ഉണ്ടാക്കിയതിന് ശേഷം അവിടെ തന്നെ വീണ്ടും പുതിയ പദ്ധതികൾ കൊണ്ടുവന്നും ഒക്കെ ആ അവകാശങ്ങളെ, പരിസ്ഥിതി നിയമങ്ങളെ ആകെ അട്ടിമറിച്ചിരിക്കുന്നു. തീരദേശ നിയമം ഒരു കാലത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇന്ന് തീരദേശ നിയമം അപ്പാടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മൂലധനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ നിയമങ്ങളൊക്കെ അട്ടിമറിക്കപ്പെടുന്നത്. അല്ലാതെ വെറും വർഗീയത കൊണ്ടല്ല അട്ടിമറിക്കപ്പെടുന്നത്. മൂലധനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നേരത്തെ താരതമ്യേന മെച്ചപ്പെട്ടതായി ഉണ്ടായിരുന്ന നിയമങ്ങളും ജനങ്ങൾ സമരത്തിലൂടെ നേടിയെടുത്ത നിയമങ്ങളും, ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് നമുക്കറിയാം, ലാൽഗർ പ്രക്ഷോഭത്തിന്റെ ഒക്കെ ഫലമായിട്ട് കൂടിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ NGOകളൊക്കെ കൂടി വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ പറയുന്ന സ്ഥലത്തിന് ന്യായവില ലഭ്യമാകുന്ന, ഏറ്റെടുക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് ന്യായവില കിട്ടുന്ന തരത്തിലേക്ക് ഒരു നിയമം വന്നു. പക്ഷെ ആ നിയമവും ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയതായി നമുക്കറിയാം, ഫാസിസവും ഈ പറയുന്ന യുദ്ധ ഉദ്യുക്തതയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി വാജ്പേയി ഈ പറയുന്ന BJP അധികാരത്തിൽ വന്ന് 13 ദിവസം മാത്രം നീണ്ടുനിന്ന ഒരു ഭരണത്തിന്റെ സമയത്ത് അവർ ഏറ്റവും പ്രധാനമായി ചെയ്ത ഒന്ന് പൊഖ്രാൻ അണുബോംബ് സ്ഫോടനമാണ്. അണുശക്തി, യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി അണുബോംബ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അണുശക്തി ഉപയോഗിക്കുന്ന ആ പ്രവണത ലോകത്തെ നിരവധി സമരങ്ങളുടെ ഫലമായി പിറകോട്ട് പോയ അത് ഇന്ന് ആണവ നിയമം ഭേദഗതി ചെയ്യാൻ പോകുന്നു. പാർലമെന്റിൽ അണുശക്തി നിയമം 1962 അണുശക്തി നിയമം ഭേദഗതി ചെയ്ത് രാജ്യത്തെവിടെയും ആണവ നിലയങ്ങൾ, ഏറ്റവും ചെറിയ പ്രദേശങ്ങളിൽ പോലും ആണവ നിലയങ്ങൾ സ്ഥാപിക്കാമെന്നുള്ള നില വരുന്നു. അപകട ബാധ്യതാ നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് 2008. ആ 2008 കോൺഗ്രസ് ആണ് ആ നിയമം ഉണ്ടാക്കിയത്. പക്ഷേ ആ നിയമത്തെയും ഇപ്പോൾ BJP ഭേദഗതി ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മൂലധനത്തിന്റെ പ്രതിസന്ധിയിലൂടെ രൂപം കൊള്ളുന്ന ഒരാഗോള സാഹചര്യത്തിൽ ജനങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും
ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എന്തോ ഒരു ഇന്ത്യൻ പ്രത്യേകതകളുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. നമ്മൾ RSS ഫാസിസം, സംഘി ഫാസിസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ സവിശേഷതയിൽ, അതിൻ്റെ സാംസ്കാരിക അടിത്തറയിലും അതിൻ്റെ തീവ്രതയിലുമൊക്കെ ഊന്നാൻ ശ്രമിക്കുമ്പോഴും അതിന് ലോകവ്യാപകമായ ഒരു പൊതുവായ മുതലാളിത്ത സാമ്രാജ്യത്വ പ്രതിസന്ധിയുടെ ഉള്ളടക്കമുണ്ട് എന്നും ആ ഉള്ളടക്കത്തിന്റെ ഭാഗമായി ലോകത്താകമാനം ഇത്തരത്തിലുള്ള ജനാധിപത്യ വ്യവസ്ഥ, നേരത്തെ അംബേദ്കർ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്, ജനാധിപത്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ ജനാധിപത്യം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പും പാർലമെന്റും ഉണ്ടായത് കൊണ്ട് മാത്രം ജനാധിപത്യം ഉണ്ടാവില്ല എന്നുള്ളത് അംബേദ്കർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള പടിയാണ് എന്നും അതിനപ്പുറത്തേക്ക് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ജനാധിപത്യം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ജനാധിപത്യം തന്നെ പിന്നീട് അപ്രസക്തമാവും എന്നുള്ള കാര്യം അംബേദ്കർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫാസിസത്തിന്റെ ഭീഷണികളെ, അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളായാലും ശരി, അതിൻ്റെ സാമൂഹിക അടിത്തറയായാലും ശരി, ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞ ഏറ്റവും മഹാനായ ഒരു ചിന്തകൻ എന്നുള്ള നിലയിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ന് ഏറ്റവും പ്രസക്തമായ സഹായങ്ങൾക്കായി നമുക്ക് ഉറ്റുനോക്കാൻ കഴിയുന്നത് അംബേദ്കറിലേക്ക് തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ മാർക്സിസ്റ്റുകൾക്കൊന്നും തന്നെ ഇന്ത്യയുടെ സവിശേഷമായ ഒരു സാഹചര്യത്തിലെ മാർക്സിസം എന്താണ് എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ മാർക്സിസ്റ്റ് എന്ന് ഒട്ടും അഭിമാനിക്കാതെ അല്ലെങ്കിൽ ഒരിക്കലും അവകാശപ്പെടാതെ അംബേദ്കർക്കാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഈ പറയുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെക്കാളും കൂടുതൽ അറിവുണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഒരു വലിയ പ്രത്യയശാസ്ത്ര അടിത്തറയാകാൻ അംബേദ്കറിസത്തിന് സാധിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവണതകളെ കണ്ട് ഫാസിസം എന്ന് പറയുന്നതിന് പകരം ഫാസിസത്തെ കൃത്യമായും മനസ്സിലാക്കിക്കൊണ്ട് ചെറുക്കുന്നതിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം.